ഹായ് ഫ്രണ്ട്സ്, once again വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഓട്ടോകാഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ നോക്കിയത്. എന്നാൽ ഇന്ന് നമുക്ക് ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ പഠിച്ചാലോ? ആദ്യം നമുക്ക് സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൽ നിന്ന് തുടങ്ങാം. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വരയ്ക്കാൻ ആദ്യം നോക്കാം. ഓട്ടോകാഡ് ഓപ്പൺ ആയ ശേഷം സ്റ്റാർട്ട് ഡ്രോയിങ് കൊടുക്കുക. വർക്ക് സ്പേസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലിമിറ്റ് സെറ്റ് ചെയ്യണം. ലിമിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് 0,0 1000,1000 എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം യൂണിറ്റ് സെറ്റ് ചെയ്യണം. കമാൻഡിൽ യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. മില്ലിമീറ്ററാണ് കിടക്കുന്നത്, സെൻറ്റിമീറ്ററിലോട്ട് ആക്കി ഓക്കെ കൊടുക്കുക. അടുത്ത് RAY റേ കമാൻഡ് ടൈപ്പ് ചെയ്യുക. റേ വരയ്ക്കുക. ഇതൊരു കോർണറിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. പ്ലാൻ വരയ്ക്കുമ്പോൾ ഏറ്റവും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ്. അടുത്ത് ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. വോൾ തിക്നെസ് 15 സെൻറ്റിമീറ്റർ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് കീ പ്ലാനിലുള്ള ഡയമെൻഷൻസ് അതുപോലെ അതിനനുസരിച്ച് ഓഫ്സെറ്റ് എൻ്റർ ചെയ്ത് പോവുക. വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഈ മെത്തേഡിലാണ് നിങ്ങൾ പ്ലാൻ വരയ്ക്കുന്നതെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണിത്. ഏകദേശം നമ്മുടെ ഗ്രിഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസൊക്കെ ട്രിം കമാൻഡ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുക. TR ഡബിൾ എൻ്റർ ട്രിമ്മിനുള്ള കമാൻഡ് TR ഡബിൾ എൻ്റർ ആണ്. സിംഗിൾ എൻ്റർ കൊടുത്താൽ വരത്തില്ല. TR ഡബിൾ എൻ്റർ ആണ്. കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതാണിത്. എവിടെയെങ്കിലും നമുക്കൊരു ലൈന് ജോയിൻ ചെയ്യണം, ട്രിം ചെയ്ത് കളഞ്ഞത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ TR ഡബിൾ എൻ്റർ തന്നെയാണ്. ആ ട്രിം കമാൻഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്യുക. ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന കമാൻഡ് ആക്ടിവേറ്റ് ആവുന്നതാണ്. വളരെ എളുപ്പമാണ് ഈ മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം പ്ലാനിലുള്ള പോലെ അടുത്ത് സിറ്റ് ഔട്ട് സെറ്റ് ചെയ്യണം. പ്ലാനിലുള്ള പോലെ ഏകദേശം ചില ലൈൻസ് നമുക്ക് ട്രിം കമാൻഡ് വഴി ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നോർമലായിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. വോൾ തിക്നെസ് അടുത്ത് കോളം വരയ്ക്കണം. കോളം വരയ്ക്കാൻ നോർമലി എടുക്കുന്ന പോലെ ലൈൻ കമാൻഡ് എടുക്കുക. ഒരു 30x15 സൈസിൽ ഒരു കോളം സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലും റെക്റ്റാങ്കുലർ കോളം. ഓവർലാപ്പ് ചെയ്ത് വരുന്ന ലൈൻസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത ഡോറ് സെറ്റ് ചെയ്യണം. ഡോറ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് ഡോറ് 100 സെൻറ്റിമീറ്റർ വൈഡും ബാക്കിയുള്ള ഡോർസൊക്കെ അകത്തൊക്കെയുള്ള ഡോർസ് 90 സെൻറ്റിമീറ്റർ ആണ്. ബാത്റൂം 70 to 75 സെൻറ്റിമീറ്റർ യൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രൗണ്ട് പ്ലാൻ മാത്രമേ കാണത്തുള്ളൂ. നാളത്തെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോൾ, അതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നാളത്തെ അടുത്ത വീഡിയോയിൽ എലിവേഷനും സെക്ഷനും സോക്പിറ്റും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ലേഔട്ടും സെറ്റ് ചെയ്ത് കറക്റ്റ് എങ്ങനെയാണ് നമ്മൾ പെർമിറ്റ് അപ്രൂവൽ വാങ്ങാൻ വേണ്ടി ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്ത് മനസ്സിലാക്കി തരുന്നത്.
ഓഫ്സെറ്റ് യൂസ് ചെയ്യുമ്പോഴും OFF ഡബിൾ എൻ്ററാണ് യൂസ് ചെയ്യുന്നത്. ട്രിം കമാൻഡിനും TR ഡബിൾ എൻ്റർ. ഏകദേശം നമ്മൾ ഡോർസ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത് വിൻഡോയുടെ പണിയാണ്. ഒരു വിൻഡോ നമുക്ക് നോർമലി പുറത്ത് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട്, വിൻഡോയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 150 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തത്. 150 സെൻറ്റിമീറ്റർ വൈഡ്, 150 സെൻറ്റിമീറ്റർ വൈഡും 15 സെൻറ്റിമീറ്റർ തിക്ക് വാൾ തിക്നെസ്. അതൊരു മിഡ് പോയിൻ്റ് കണക്കാക്കി അവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. ആദ്യത്തെ വിൻഡോയ്ക്ക് പാരലായിട്ട് എവിടെയൊക്കെയാണോ വിൻഡോസ് വരുന്നത് അതെല്ലാം ഈ വിൻഡോ കൊണ്ട് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പെർപെൻഡിക്കുലറായിട്ട് വരുന്നത് റൊട്ടേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും. റൊട്ടേറ്റ് ചെയ്ത് ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുക. ബേസ് പോയിന്റ് എപ്പോഴും മിഡ് പോയിന്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. കോർണർ വിൻഡോ ആണ്. കോർണർ വിൻഡോ അത് ഡോറിന് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് പാത്ത് ആയിരിക്കണമെന്നുണ്ട് വാസ്തുപ്രകാരം. അത് വെന്റിലേറ്ററിന് വേണ്ടിയാണ് ബാക്കിയൊക്കെ റിമൂവ് ചെയ്ത് അത് മാത്രമായിട്ട് എടുത്തത്. ഓക്കെ, അടുത്ത് നമുക്ക് ഇനി ലെറ്ററിങ് ചെയ്യാം. ഞാൻ ലെറ്ററിങ് ഒന്ന് പെട്ടെന്ന് ഫോർവേഡ് ചെയ്തായിരുന്നു, പെട്ടെന്ന് ലെറ്റർ ചെയ്തു. നമുക്കിനി അടുത്തുള്ള ടാസ്ക് എന്ന് പറയുന്നത് സൺഷെയ്ഡ് വരയ്ക്കുകയാണ്. സൺഷെയ്ഡ് വരയ്ക്കാൻ വേണ്ടി സൺഷെയ്ഡിൻ്റെ നോർമൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററാണ് നോർമലി നമ്മൾ കൊടുക്കുന്നത്. അപ്പം 60 സെൻറ്റിമീറ്ററിന് ആ കോർണറിൽ നിന്ന് 2 ലൈൻ കമാൻഡ് യൂസ് ചെയ്ത് വരയ്ക്കുക. പിന്നെ റേ കമാൻഡ് എടുത്ത് റേസ് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുന്നതാണ്, റേ കമാൻഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ് ആൻഡ് ഈസി മെത്തേഡ്. അതുപോലെ 4 കോർണറിലും ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുവരെയുള്ള ഓഫ്സെറ്റ് എടുക്കുക. ഓഫ്സെറ്റ് എടുക്കുമ്പോൾ ഇതുവരെയുള്ള ഡിസ്റ്റൻസിൻ്റെ കൂടെ +60 കൂടെ ആഡ് ചെയ്ത് ഒരു ഓഫ്സെറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ലൈൻ കമാൻഡ് എടുത്ത് 60 ഇനി അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്താണ്. ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ അവിടെ സൺഷെയ്ഡ് ഇങ്ങനെ വരച്ചത് വെള്ളം വീഴാതിരിക്കാനാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം അല്ലെങ്കിൽ സ്റ്റെപ്പിൽ അങ്ങനെയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ് സൺഷെയ്ഡ് സൈഡിൽ ഇവിടെ ഒരു 60 സെൻറ്റിമീറ്ററും കൂടെ കൂടുതൽ കൊടുക്കുന്നത്. ഏകദേശമൊക്കെ സെറ്റായി. ഇനി നമുക്ക് സ്റ്റെപ്പ് വരയ്ക്കാം. സ്റ്റെപ്സ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് 3യും മാക്സിമം അപ് ടു 12 ആണെന്ന് തോന്നുന്നു.
മിനിമം 3 ആണ്. 3ൽ കുറഞ്ഞ സ്റ്റെപ്സ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റെപ്സ് എപ്പോഴും മാക്സിമം ഓഡ് നമ്പർ ആയിരിക്കാൻ നോക്കുക. സ്റ്റെപ്പ് സെറ്റായി. അടുത്തതിൻ്റെ പുറകിൽ ബാക്കിൽ കിച്ചൻ്റെ വർക്ക് ഏരിയയുടെ അവിടുത്തെ സ്റ്റെപ്പ്. അപ്പോൾ സൺഷെയ്ഡും സെറ്റായി ഏകദേശം. ഇനി നമുക്ക് ഡയമെൻഷൻ കൊടുക്കാം. ഡയമെൻഷൻ മസ്റ്റാണ് അപ്രൂവൽ. ചെറുതായിപ്പോയി കാര്യമില്ല. ഡിം സ്റ്റൈൽ കൊടുക്കുക. ഡിം സ്റ്റൈൽ കൊടുത്തിട്ട് അതിൽ ആരോ മാർക്കിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുക. ഓക്കെ. സെറ്റ് കറണ്ട് എന്ത് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും സെറ്റ് കറണ്ട് കൊടുക്കുക. പോരാ, കുറച്ചും കൂടെ വലുതാവാണ്ട് ഒന്നും കൂടെ സെയിം സ്റ്റെപ്പ്. അതായത് കറക്റ്റ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കുക. അങ്ങനെ കുറച്ച് നമുക്ക് കറക്റ്റ് തോന്നുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ കറക്റ്റ് എപ്പോഴാണോ നമുക്ക് കറക്റ്റിനുള്ളത് ആരോ സൈസ് ആയി എന്ന് തോന്നുമ്പോൾ നിർത്തുക. അതുപോലെ തന്നെ ടെക്സ്റ്റും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് കൊടുത്തു കഴിഞ്ഞാലും സെറ്റ് കറണ്ട് കൊടുക്കാൻ മറക്കരുത്. അല്ലേ ഈ വരച്ചതിലോട്ട് അത് അപ്ലൈ ആകത്തില്ല. ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായി. അടുത്ത് നമുക്ക് ബാക്കി കൂടെ ഡയമെൻഷൻ ചെയ്യാം. ഇതൊരു സ്പീഡിൽ ഞാൻ പോവുകയാണ്. ഇൻറ്റീരിയർ ഡയമെൻഷൻ കൊടുക്കുക. അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഡയമെൻഷൻ ടോട്ടൽ എത്രയാണെന്നുള്ളത് എൻഡ് ടു എൻഡ് അതും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.